T20 അടുപ്പിച്ച് 2 കിരീടം നേടിയ ടീമിനെ അയർലൻഡ് ടീം എടുത്തിട്ട് ഉടുത്തെന്ന് പറയുന്നത് കേട്ടു. അയർലൻഡിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അയർലൻഡ് ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തുക. അവരുടെ ഒരു സന്തോഷം കാണുമായിരുന്നു. മൈറ്റി ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തിയപ്പോഴത്തേന് ആസ്ട്രേലിയൻ ടീമിന് ഈ ടീമിനെ പേടിയാണ്. ഇന്ത്യൻ ടീമിനെ, ഇംഗ്ലണ്ട് ടീമിന് ഈ ടീമിനെ പേടിയാണ്, സൗത്ത് ആഫ്രിക്കയ്ക്ക് പേടിയാണ്, ന്യൂസിലാൻഡിന് പേടിയാണ്. ഒരു ടീം പോലും നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് ചലഞ്ച് കൊടുക്കാറില്ല. ഏഷ്യയിൽ നോക്കുവാണെങ്കിൽ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നും ഒരു വെല്ലുവിളിയല്ല. അതാണ്ട് അയർലൻഡ് ICCയുടെ ഫുൾ മെമ്പർ പോലും അല്ലാത്ത ഒരു ടീം വന്നിട്ട് ഇന്ന് എടുത്തിട്ട് പഞ്ഞിക്കിടുക, 34 റൺസിന് പരാജയപ്പെടുത്തുക. ശ്രേയസ് അയ്യറിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കോമഡി. ഇപ്പൊ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുക സൂര്യകുമാർ യാദവിനെ തിരിച്ചു കൊണ്ടുപോവാ, സൂര്യകുമാർ യാദവിനെ തിരിച്ചു കൊണ്ടുപോവാ. പറയുന്നതിലും അർത്ഥമുണ്ട്. കാര്യം പറഞ്ഞാൽ ലാസ്റ്റ് 3 വർഷത്തിൽ ഇന്ത്യ ഒരു സീരീസ് പോലും തോറ്റിട്ടില്ല. ഈ സീരീസ് നോക്കുവാണെങ്കിൽ BCCI 2-2 മാച്ചാണ് വെച്ചേക്കുന്നത്. ഇന്നത്തെ കളി കഴിഞ്ഞു, ഇനി അടുത്ത കളി എനിക്കൊന്ന് സൺഡേ ആണെന്ന് തോന്നുന്നു. ആ കളി കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നോക്കുവാണെങ്കിൽ തീർന്നു. ഇന്ത്യ ആ കളി ജയിക്കുവാണെങ്കിൽ മാച്ച് ഡ്രോ ആവത്തുള്ളൂ. ഈ സീരീസ് ഇന്ത്യക്ക് നേടാൻ കഴിയത്തില്ല. ഇന്നത്തെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ആ മത്സരം എങ്ങനെ ജയിക്കാൻ കഴിയും? ഇന്ത്യയുടെ ഈ ഒരു ബാറ്റിംഗ് വെച്ചിട്ട്, ഇന്ത്യയുടെ ചില ബോളർമാരെ കണ്ടിട്ട് എങ്ങനെയാണ് അടുത്ത കളി ജയിക്കാൻ കഴിയുക? ഫ്ലാറ്റ് പിച്ച് അങ്ങോട്ട് മാറിയപ്പോഴത്തേന് IPL സൂപ്പർ സ്റ്റാർസ് എല്ലാം സ്ട്രഗിൾ ചെയ്യുന്നു ബാറ്റിങ്ങിൽ വന്നിട്ട്. ഒരേപോലെ സ്ലോ ഷോട്ട് കളിച്ച് ഔട്ട് ആവുന്നു. അല്പമെങ്കിലും ബ്രെയിൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ടീമിന്. കണ്ടീഷനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു ടീം, പിച്ചിനെ മനസ്സിലാക്കാത്ത ഒരു ടീം. മിഡ് ഓണിലും ലോങ് ഓണിന്റെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കൊണ്ട് കളഞ്ഞത്. അത് സ്ലോ ആയിട്ട് അടിച്ച് വിക്കറ്റ് കൊണ്ട് കളയായിരുന്നു. ഏറ്റവും വലിയ ബൗണ്ടറി നോക്കുവാണെങ്കിൽ ലോങ് ഓണിലും മിഡ് വിക്കറ്റിന്റെ ഇടയ്ക്കായിരുന്നു ഏറ്റവും വലിയ ബൗണ്ടറി. അവിടെ തന്നെ നോക്കുവാണെങ്കിൽ അടിച്ച് വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. മിക്കുള്ളവരുടെ വിക്കറ്റ് പരിശോധിച്ചാൽ മതി. ശ്രേയസ് അയ്യറിന്റെ വിക്കറ്റ് പരിശോധിക്കുമ്പോഴത്തേന്, അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഒക്കെ പരിശോധിക്കുമ്പോഴത്തേന് സെയിം മിഡ് വിക്കറ്റ് ലോങ് ഓണിന്റെ കയ്യിൽ ക്യാച്ച് കൊണ്ട് കൊടുത്തിട്ട് കയറി പോകുന്ന ഒരു ടീം. ഇന്ന് ഇന്ത്യൻ ടീം എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറയും ടീം സെലക്ഷനിൽ തന്നെ പരാജയപ്പെട്ടു. ഞാൻ ശ്രേയസ് അയ്യറിനെ കുറ്റപ്പെടുത്താനൊന്നും ഇവിടെ നിൽക്കുന്നില്ല. ശ്രേയസ് അയ്യർ എനിക്ക് തോന്നുന്നില്ല വലിയൊരു റോൾ ആയെന്ന് തോന്നുന്നില്ല. ഒരു ശ്രേയസ് അയ്യറിന്റെ താല്പര്യമുള്ള ഒരു ടീമിനെ വിളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആയിട്ടില്ല ശ്രേയസ് അയ്യർ. ഇപ്പോഴും ഗൗതം ഗംഭീറിന്റെ കുറെ അനുയായികളെ തള്ളിക്കയറ്റുന്ന ഒരു ടീമായിട്ട് മാറി. ഇന്നത്തെ ഒരു പിച്ചിൽ എന്തുകൊണ്ട് രവി ബിഷ്ണോയെ കൂട്ടുള്ള ഒരു സ്പിന്നർ, ഒരു ലെഗ് സ്പിന്നറിനെ കളിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല? സുന്ദർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടീമിൽ നിന്ന് കളിച്ചത്? എന്ത് റോളാണ് സുന്ദർ ഇന്ന് ടീമിന് കൊടുത്തത്? ഒരു ഓവറിനകത്ത് 19 റൺസ് വഴങ്ങുന്ന ഒരു സുന്ദർ, ഇന്ത്യയുടെ 3 ഫോർമാറ്റിന്റെ പ്ലെയർ. ബുംറ പോലും ഇന്ത്യയുടെ 3 ഫോർമാറ്റിന്റെ പ്ലെയർ അല്ല. സുന്ദർ ഇന്ത്യയുടെ 3 ഫോർമാറ്റിന്റെ പ്ലെയർ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു ഓൾറൗണ്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയതല്ലേ? എന്ത് പെർഫോമൻസാ ചെയ്തത്? മാച്ച് വിജയിപ്പിച്ചോ? ബാറ്റ് ചെയ്തോ? ഒരു ഓവർ എറിയാൻ വരുന്നത് 16ാമത്തെ ഓവറിനകത്ത് കൊടുക്കുന്നു 19 റൺസ്. ഞാൻ അവിടെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനെ കുറ്റം പറയും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുന്ദറിന് 16ാമത്തെ ഓവർ കൊടുത്തത്? സുന്ദറിന് എല്ലാ ബോളർമാരും യൂട്ടിലൈസ് ചെയ്യുന്നത് പവർ പ്ലേക്കകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ 10 ഓവറിനകത്താണ്. സുന്ദർ നല്ല ഒരു ബോളറാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ക്യാപ്റ്റൻസിയിലും മിസ്റ്റേക്ക് പറ്റി. അവിടെ കൊണ്ട് 16ാമത്തെ ഓവറിൽ ഒരു സ്പിന്നറിനെ കൊണ്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഓവർ തല്ലുകൊള്ളി കൃഷ്ണയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷ്ണയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല കൃഷ്ണയുടെ ലൈൻ എന്താണെന്ന്. ഇద్దടെക്ക് ഹാർഡ് എറിയാൻ കഴിയാവുന്ന ഒരു ബോർഡർ വന്നിട്ട് ഇന്ന് ഫുൾ ലെങ്ത് ഡെലിവറി എറിഞ്ഞു കൊടുക്കുക. ഗ്രേറ്റ് ഡെൽനി എന്ന് പറഞ്ഞ അവരുടെ ഒരു ഓൾറൗണ്ടർ എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ച് അടുപ്പിച്ച് 3 6 നോക്കുവാണെങ്കിൽ കൃഷ്ണയെ അടിച്ച് പരത്തിയത് 3 6. അത് 3 വന്നിട്ട് 2 ബോൾ സ്ലോ ബോൾ ഫുൾ ലെങ്തിൽ ഒരു ബാറ്റ്സ്മാന്റെ ഹിറ്റിംഗ് സോണിൽ ഇട്ട് കൊടുക്കുക. കൃഷ്ണ വന്നിട്ട് നീ അടിച്ചോടാ ഫുൾ ലെങ്ത് ഡെലിവറി. 10 കളിയിൽ ഒരു കളിയിൽ വിക്കറ്റ് എടുക്കും, 9 കളിയിൽ അടി കൊള്ളും. എന്നിട്ട് നമ്മൾ കൃഷ്ണയെ ക്യാരി ചെയ്യുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണനെ നമ്മൾ ക്യാരി ചെയ്യുന്നത്? 16ാമത്തെ 17ാമത്തെ ഓവറിൽ ഇന്ത്യ വഴങ്ങുന്ന 46 റൺസാണ്. 46 റൺസാണ് ഇന്ത്യ വഴങ്ങുന്നത്. ഈ പിച്ചിനകത്ത് ഒരു 140 150 റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കാമായിരുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു സ്കോറാണ് ഈ ഗ്രൗണ്ടിൽ. ഏറ്റവും ഉയർന്ന സ്കോർ 181 എന്ന് പറയുന്ന ഒരു സ്കോർ. ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ പരിശോധിക്കുമ്പോൾ 150 റൺസാണ് ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ. 180 റൺസ് വന്നപ്പോൾ തന്നെ പല കമന്റേറ്റർമാരും പറയുന്നതായിട്ട് കേട്ടു ഈ ഒരു സ്കോർ ഇവിടെ ചേസ് ചെയ്യാൻ പറ്റൂ പിച്ചിന്റെ ഒരു കണ്ടീഷൻ കണ്ടിട്ട്. പിച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ എക്സ്ട്രാ ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ടൈമിങ് നോക്കുവാണെങ്കിൽ ബാറ്റ്സ്മാർക്ക് കിട്ടുന്നില്ലായിരുന്നു. അവിടെ ഇന്ത്യയുടെ ബോളർമാർ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തില്ലേ. 50 റൺസ് 4 വിക്കറ്റ് എടുത്തു. അക്ഷത് റാണെ ആണെങ്കിലും അർഷ്ദീപ് സിംഗ് ആണെങ്കിലും അവിടെ വിക്കറ്റ് എടുത്തു. ഒരു 140 150 റൺസിലോട്ട് പോകേണ്ട ഒരു സ്കോറിനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 2 ഓവറിൽ കൊടുത്തു 46 റൺസാണ്. കൃഷ്ണ വഴങ്ങുന്ന 4 ഓവറിനകത്ത് 57 റൺസ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 14ന്റെ മേളിൽ. എന്തൊരു ബോളിംഗ് ആണ്! എങ്ങനെയാണ് കൃഷ്ണയെ നമ്മൾ ക്യാരി ചെയ്യുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണയെ ക്യാരി ചെയ്യുന്നത് T20 പോലുള്ള ഒരു മത്സരത്തിനകത്ത്? ആ 2 ഓവർ ഞാൻ പറയും ഇന്ത്യ മത്സരത്തിൽ നിന്ന് പരാജയപ്പെട്ടു. അർഷ്ദീപ് സിംഗ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു. അക്ഷത് റാണ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു. ഒരു ഇഞ്ചറിക്ക് ശേഷം തിരിച്ചു വന്നതാണ്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ 1 ഓവർ അടി ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ഓവർ പരിശോധിക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ഇന്ത്യയുടെ ബോളിംഗ് നോക്കുവാണെങ്കിൽ അത്ര മോശമല്ലായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ത്യയുടെ ബോളിങ്ങിനെ ഇന്ന് പരാജയപ്പെടുത്തി. 3 ക്യാച്ചാണ് നമ്മൾ കൊണ്ട് കളഞ്ഞ 3 ക്യാച്ച്.
ശിവൻ ദുബെ 2 ക്യാച്ച് കൊണ്ട് കളയുന്നു ഇന്ന്. അഭിഷേക് ശർമ്മ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു. ഇവർ രണ്ടുപേരും നമുക്ക് അറിയാവുന്ന പോലെ ഏഷ്യ കപ്പ് മുതലേ ഇവർ ഫീൽഡിങ്ങിൽ പരാജയമാണ്. ഇന്നും അത് ആവർത്തിക്കുന്നു. 3 ക്യാച്ച്. ഇന്ന് അയർലൻഡിനെ നോക്കിക്കേ, ഒറ്റ ക്യാച്ച് അവർ മിസ് ചെയ്തു. ഒറ്റ ക്യാച്ച് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എല്ലാം അവർ ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഒറ്റ ക്യാച്ച് അവന്മാർ കൊണ്ട് കളഞ്ഞിട്ടില്ലെന്ന്. ചാമ്പ്യന്മാർ 3 ക്യാച്ച് കൊണ്ട് കളഞ്ഞ് 3 ക്യാച്ച്. ക്യാച്ചിങ് എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ നമുക്കറിയാം T20 വേൾഡ് കപ്പിനകത്ത് നമ്മൾ ഏറ്റവും അവസാനം 3 ക്യാച്ച് കൊണ്ട് കളയുന്നു. ഇന്നത്തെ ഈ ഒരു പിച്ചിൽ വളരെ മണ്ടത്തരമാണ് ഈ ബോളിംഗ് എടുത്തത്. ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ കണ്ടെത്തേണ്ട ഒരു പിച്ചായിരുന്നു. ഒരു ഇന്ത്യൻ കണ്ടീഷൻ അല്ലായിരുന്നു അത്. ഒരു സിമിലർ ഒരു ഓസ്ട്രേലിയൻ കണ്ടീഷൻ പോലെ ഒരു പിച്ചായിരുന്നു. ഒരു ടിപ്പിക്കൽ അയർലൻഡ് പിച്ച് അല്ല. അവർ നോക്കുവാണെങ്കിൽ പിച്ചിന്റെ ഘടനയെ മാറ്റി നോക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രാ ബൗൺസ് കിട്ടുന്ന രീതിയിൽ പിച്ചിനെ മാറ്റി എടുത്തിട്ടുണ്ട് അവരിപ്പോൾ. ഡൽഹി വന്നിട്ട് നല്ല ബാറ്റ് ചെയ്തു. 155 സ്ട്രൈക്ക് റേറ്റിനകത്ത് ഡൽഹി വന്നിട്ട് ബാറ്റ് ചെയ്തു. അതാണ് ഈ ഒരു സ്കോറിലോട്ട് അവരെ കൊണ്ട് എത്തിച്ചത്. അത് കൊണ്ട് കൊടുത്തത് കൃഷ്ണയും സുന്ദറും കൂടെ ചേർന്ന്. ശ്രേയസന്റെ ആദ്യത്തെ കളിയായതുകൊണ്ട് വലുതായിട്ട് ഞാൻ ക്യാപ്റ്റൻസി കുറ്റം പറയുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ ഡെത്ത് ഓവർ എറിയാൻ വേണ്ടി സ്പിന്നർമാർ വരേണ്ടതായിട്ട് വന്നു. മെയിൻ ബോളർമാരെയൊക്കെ നോക്കുവാണെങ്കിൽ എറിയിപ്പിച്ച് തീർത്തായിരുന്നു. അർഷ്ദീപ് സിംഗിന് മാത്രമേ ഉള്ളായിരുന്നു ഓവർ. 19ാമത്തെ ഓവറിൽ അർഷ്ദീപ് സിംഗ് വരുന്നു. അവസാനത്തെ ഓവർ അക്ഷർ പട്ടേൽ വരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ അടി കൊണ്ടില്ല അക്ഷർ പട്ടേലിന്. ബോളർമാരെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി നേരത്തെ യൂട്ടിലൈസ് ചെയ്തു. പക്ഷേ അവസാനം വന്നപ്പോഴത്തേന് എറിയിക്കാൻ പേസ് ബോളർമാർ ഇല്ലാതായി പോയി. അറിയില്ല അടുത്ത കളിയിൽ ഇനി കൃഷ്ണ എടുക്കുമോ അതോ പ്രിൻസ് യാദവിനെ കൊണ്ടുവരുമോ എന്നുള്ളത്. പ്രിൻസ് യാദവിന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. അഫ്ഗാൻ സീരീസിനകത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഒരു ഇമ്പാക്റ്റ് നോക്കുവാണെങ്കിൽ അഫ്ഗാൻ സീരീസിനകത്ത് പ്രിൻസ് യാദവും കാഴ്ചവെച്ചില്ല. സോ ഇന്ത്യയുടെ ബോളിംഗ് നോക്കുവാണെങ്കിൽ അർഷ്ദീപ് സിംഗ് അല്ലെങ്കിൽ അർഷദ് റാണ അടി കൊണ്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്ത കളിയിലെ കണ്ട് അറിയണം. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ മത്സരം പരാജയപ്പെടുന്നു. നോക്കുവാണെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ടീം നോക്കിയതേ ഇല്ല. അഭിഷേക് ശർമ്മ ഔട്ട് ആവുന്നത് 8ാമത്തെ ഓവറിലാണ്. അപ്പം തന്നെ നമുക്ക് 80 റൺസ് ഉണ്ട്. 80 റൺസ് 4 വിക്കറ്റ് പോയി. വാളെടുത്തവനല്ല വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ അടിച്ചു വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നു. സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ ടാർഗറ്റ് ആണ് സഞ്ജു സാംസൺ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് സഞ്ജു സാംസനെ പുറത്തേക്കാക്കാൻ നോക്കുന്ന ഒരു മാനേജ്മെന്റും സെലക്ഷൻ കമ്മിറ്റിയാണ് ഉള്ളത്. അവിടെ സഞ്ജു സാംസൺ പിന്നെയും പരാജയപ്പെടുന്നു. സെയിം പാറ്റേൺ. 4th സ്റ്റംപ് 5th സ്റ്റംപിനകത്ത് IPL എങ്ങനെയാണോ സ്ട്രഗിൾ ചെയ്തത് അവിടെ നോക്കുവാണെങ്കിൽ 4th സ്റ്റംപ് 5th സ്റ്റംപിനകത്താണ് ഔട്ട് ആവുന്നത് കോട്ട് ബിഹൈൻഡ് ആയിട്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ എഡ്ജായിട്ട് ബൗൾഡായിട്ട് കയറി പോകുന്നു സഞ്ജു സാംസൺ. നോക്കുവാണെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് വർക്ക് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസന്റെ ഇന്നത്തെ കളിയിൽ കാണാൻ കഴിഞ്ഞില്ല. ആ ഫുഡ് വർക്ക് മോശമായതുകൊണ്ട് കറക്റ്റായിട്ട് ബോളിനെ ജഡ്ജ് ചെയ്യാൻ കഴിയുന്നില്ല സഞ്ജു സാംസൺ. ശ്രേയസ് അയ്യർ ക്യാപ്റ്റന്റെ ഒരു ഇന്നിങ്സ് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു സ്ലോ ഷോട്ട് കളിക്കാൻ പോകുന്നു, ഒരു പിക്കപ്പ് ഷോട്ട് കളിക്കാൻ പോയിട്ട് ഡീപ്പിൽ ക്യാച്ച് കൊടുത്തിട്ട് ഔട്ടായി കയറി പോകുന്നു ശ്രേയസ് അയ്യർ. അല്പം കൂടെ ഒരു ബെറ്റർ ആയിട്ട് ശ്രേയസ് അയ്യർ കളിക്കണമായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ചേസ് മാസ്റ്റർ ആണ് IPL ശ്രേയസ് അയ്യർ. ഒരുപാട് മത്സരങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ഇന്ന് ഫസ്റ്റ് കളി ആ ഒരു ടെൻഷൻ നെർവസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ശ്രേയസ് അയ്യർ. ഇങ്ങനത്തെ ഒരു ഇന്നിങ്സ് അല്ല ബാറ്റിംഗിൽ ഇന്ത്യൻ ടീം പ്രതീക്ഷിച്ചത് ശ്രേയസ് അയ്യറിന്റെ. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു 90 ബോളിൽ നിന്ന് 50 റൺസ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതേ ഒരു പ്രകടനം നോക്കുവാണെങ്കിൽ ഇവിടെയും കാഴ്ചവെക്കുന്നു. നമ്പർ 5 വന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്. നമ്പർ 5 സൂട്ടബിൾ ആണോ എന്നുള്ളത് വരും കാലങ്ങളിൽ കണ്ടറിയണം. നമുക്കറിയാം ഒരു പിച്ച് അല്പം സ്ലോ ആകുമ്പോഴത്തേന് തിലക് വർമ്മ സ്ലോ ആവുന്ന ഒരു പ്ലെയറാണ്. ഇന്ന് നോക്കുവാണെങ്കിൽ തിലക് വർമ്മ പിന്നെയും സ്ലോ ആവുന്നു. ഒരു വൈസ് ക്യാപ്റ്റനാണ്. 2 വർഷത്തെ ഒരു സ്കീമിൽ ടീമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. എത്ര വർഷം ടീമിൽ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. തിലക് വർമ്മയ്ക്ക് പറ്റിയ ഒരു പൊസിഷൻ ആണോ നമ്പർ 5? ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയർ ഇല്ലാതെ വരുമ്പോഴത്തേന്, ശിവൻ ദുബെക്ക് വേണ്ടത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിയാതെ പോകുമ്പോഴത്തേന് തിലക് വർമ്മയ്ക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയും. തിലക് വർമ്മയ്ക്ക് സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി ഇന്ത്യയെ ജയിപ്പിക്കാൻ കഴിയും. ഇന്നത്തെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 21 ബോളിൽ നിന്ന് 19 റൺസ്, 90 സ്ട്രൈക്ക് റേറ്റ്. ഒരു T20 പ്ലെയർക്ക് പറ്റിയ സ്ട്രൈക്ക് റേറ്റേ അല്ല. ഇന്ത്യയുടെ നമ്പർ 5 അല്ലെങ്കിൽ നമ്പർ 6 പറ്റിയ ഒരു പ്ലെയർ ആണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട തിലക് വർമ്മയാണ്. ഞാൻ പറയുന്നു ഇന്ത്യയുടെ T20 സ്കോഡിന് പറ്റിയ ഒരു പ്ലെയർ അല്ല, ഒരു വൈസ് ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല തിലക് വർമ്മ. നമ്പർ 3 കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നമ്പർ 5 പോകുന്നു. തിലക് വർമ്മ ടീമിലേക്ക് വന്നപ്പോഴത്തേന് റിങ്കു സിംഗിന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതൊരു നമ്പർ 6 സുന്ദറിനെ പറഞ്ഞു വിടുന്നു ബാറ്റ് ചെയ്യാൻ വേണ്ടി. എന്ത് റെക്കോർഡാണ് സുന്ദറിനുള്ളത്? അക്ഷർ പട്ടേലിനെ കൂട്ട് പ്രൂവൺ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ അവിടെ ഉള്ളപ്പോഴത്തേന്, ഇങ്ങനെയുള്ള സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനകത്തൊക്കെ ഇന്ത്യ രക്ഷിച്ചിട്ടുള്ള ഒരു പ്ലെയർ അവിടെ നിൽക്കപ്പോഴത്തേന് സുന്ദറിനെ പ്രൊമോട്ട് ചെയ്ത് കയറ്റിവിടുന്നു. അക്ഷർ പട്ടേലിനെ പ്രൊമോട്ട് ചെയ്യാതെ സുന്ദറിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അവിടെ എന്ത് പെർഫോമൻസാണ് സുന്ദർ കാഴ്ചവെച്ചത്? 12 ബോളിൽ 9 റൺസ്, ഒറ്റ ബൗണ്ടറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടീം സെലക്ഷൻ അമ്പയെ പരാജയമായിരുന്നു. ബാറ്റിംഗ് ഓർഡർ നോക്കുവാണെങ്കിൽ അമ്പയെ പരാജയമായിരുന്നു. അഭിഷേക് ശർമ്മയുടെ നല്ലൊരു ഇന്നിങ്സ്,
അല്ലെങ്കിൽ ശിവൻ ദുബ വന്നിട്ട് ഒരു ചെറിയൊരു ക്യാമിയോ ഇന്നിങ്സ് കാഴ്ചവെച്ചു. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. സാഷ്ടാംഗം അയർലൻഡിന്റെ കാലിൽ വീണ് കീഴടങ്ങുന്ന ഒരു ബാറ്റിംഗ് പ്രകടനവും ബോളിംഗ് പ്രകടനവും ഫീൽഡിംഗ് പ്രകടനവുമാണ് ഇന്ന് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. ഇങ്ങനെ ഒരു മത്സരം കാഴ്ചവെച്ചാൽ എങ്ങനെ അടുത്ത കളി ജയിക്കാൻ കഴിയും? എന്തൊരു കോൺഫിഡൻസ് ആണ് ഇന്ത്യൻ ടീമിന് ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ കിട്ടിയത്? ബാറ്റിംഗിൽ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടിയോ? ബോളിംഗിൽ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടിയോ? നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് സ്ട്രോങ് ആണോ? കൃഷ്ണ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രിൻസ് യാദവ് ആണുള്ളത്. ഈ ഒരു കോച്ചിനെ വെച്ചിട്ട് എങ്ങനെ ഇന്ത്യൻ ടീമിന് മുമ്പോട്ട് പോകാൻ കഴിയും? ഫേവറിസം മാത്രം നടത്തുന്ന ഒരു കോച്ചാണ് ഗൗതം ഗംഭീർ. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പറയുന്നതാണ്, തന്റെ ആൾക്കാരെ കുത്തിക്കയറ്റി വെക്കുന്നത്. 3 പ്ലേയേഴ്സ് ആണ്. ഓക്കെ, അർഷദ് റാണ വന്നിട്ട് ബോളിംഗിൽ പെർഫോം ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അർഷദ് റാണ ഇത് ഒരു ഓൾറൗണ്ടർ ആണെന്ന്. ഓൾറൗണ്ടർ ആണെങ്കിൽ ഇന്നത്തെ മത്സരം വിജയിപ്പിക്കണമായിരുന്നു അർഷദ് റാണ. വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു 6 അടിച്ചു, അടുത്ത ബോൾ കയറിപ്പോകുന്നു. സോ അർഷദ് റാണ ഒരു ബോളറാണ്, സമ്മതിക്കുന്നു, വിക്കറ്റ് എടുക്കാൻ ഉള്ള കഴിവുണ്ട്. പക്ഷെ ഒരു ഓൾറൗണ്ടർ കാറ്റഗറിയിൽ ടീമിനകത്ത് കൊണ്ടു നടക്കാൻ അർഷദ് റാണെ കഴിയത്തില്ല. ഒരു കളി കണ്ടാണ് അർഷദ് റാണ എന്തോ ഒരു ഇമ്പാക്ട് ബാറ്റിംഗിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത്. സോ ഇനിയും വരുന്നത് ഇംഗ്ലണ്ട് സീരീസ് ആണ്. ഇംഗ്ലണ്ട് സീരീസിലൊക്കെ പോയി ഇതുപോലെ ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ വളരെ ദയനീയമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു പിച്ചൊന്നും ഇംഗ്ലണ്ടിൽ കിട്ടത്തില്ല. ഇംഗ്ലണ്ടിന്റെ പിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചുകളാണ് ഈ സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഒരു തോൽവി കിട്ടി. ഈ തോൽവി ഒരു പാഠമായിട്ട് മാറട്ടെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അയർലൻഡ് പോലൊരു ടീമിനെതിരെ നമ്മൾ പരാജയപ്പെടുന്നത്. ഒരു കാരണവശാലും പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. ഇന്ത്യയുടെ ഫുൾ സ്ട്രെങ്തുമായിട്ട് കളിച്ചപ്പെടുന്നതിന് ബുംറയും ഹാർദിക് പാണ്ഡ്യയും മാത്രമേ ഉള്ളൂ പുറത്ത്. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. മെയിൻ ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. അവിടെ നമ്മൾ അയർലൻഡ് പോലെ ഒരു ടീമിന്റെ മുമ്പിൽ പരാജയപ്പെടാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു. അടുത്ത കളി തിരിച്ചു വരാൻ കഴിയട്ടെ.